പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പൃഥ്വിരാജ് നേക്ഡ് സീനൊക്കെ അഭിനയിച്ചത് നമ്മൾ വിചാരിച്ചു കൂടിയില്ല, പെട്ടെന്ന് നല്ല സിനിമയായിരുന്നു. പിന്നെ ഓസ്കാർ കിട്ടാനുള്ള അഭിനയമായിരുന്നു. സൂപ്പർ പടം. കാണാൻ പോയി, താമസിച്ചായിരുന്നു. നല്ല സിനിമയാണ്. നല്ല സിനിമയാണ്. ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗൾഫിലെ അനേകായിരങ്ങൾ അനുഭവിച്ച ഒരു അനുഭവമാണ് അത്. ആഗ്രഹം. അതിൽ യഥാർത്ഥ കഥയാണ്, അതിൽ അവർ ട്രൂ സ്റ്റോറിയാണ്. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഇത് കാണേണ്ടതാണ്. നോവൽ വായിച്ചിട്ടില്ലായിരുന്നു, ഫസ്റ്റ് ടൈം. അപ്പം എല്ലാവർക്കും ഇത് ബന്ധപ്പെട്ടതായതുകൊണ്ട് നല്ലൊരു സ്റ്റോറി ആയിട്ട് നല്ല എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും. കുറച്ചൊക്കെ അറിയായിരുന്നു. സൂപ്പറായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ അഭിനയൊന്നും പറയണ്ട, കാരണം ഇത്രയും ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും കാണാറുണ്ട്. പിന്നെ ഞാൻ ഈ ബുക്സ് നോക്കിയിട്ടുണ്ട്, അല്ലാതെ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഒരാളുടെ കഷ്ടപ്പാടിൻ്റെ ജീവിതം നമ്മളത് കാണാനും ഉണ്ട്, വിഷ്വലായിട്ട് കാണാനുണ്ട്. പിന്നെ ക്ലാരിറ്റി, അതുമല്ല ഇത് കറക്റ്റ് ആ ലൈഫ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഇത് കാണേണ്ട പടം തന്നെയാണ്. അത് ഇത് നമ്മുടെ ഈ കുറേ വർഷങ്ങൾക്ക് വെള്ളം കുടിക്കാതെയും ഭക്ഷണം കിട്ടാതെ ഇരിക്കുമ്പം ആ ഒരു പെട്ടെന്ന് ഇത്രയും റിയൽ സ്റ്റോറിയാണെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് നല്ലൊരു ഷോക്കായിപ്പോയി. ഇങ്ങനെ ഇത്രയും ദിവസം വെള്ളം കിട്ടാതെയും ഭക്ഷണം കിട്ടാതിരുന്നു. കിട്ടുമായിരിക്കും, കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നൈസായിരുന്നു. കിട്ടിയില്ലെങ്കിൽ പിന്നെ ഓസ്കാർ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. നല്ല പടം. ഇല്ല, വായിച്ചിട്ടില്ല. പിന്നെ അഭിനയം, കാരണം ഒരാൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്ത്, ഗോകുലായാലും പൃഥ്വിരാജ് ആയാലും കറക്റ്റ് എഫേർട്ട് എടുത്താണ് അവർ ചെയ്തത്. സൂപ്പറായിരുന്നു. അല്ല ക്യാമറ, സോങ്സ് ഒരു വിഷയം, സോങ്സ് കറക്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളൊരു സോങ്സും, പിന്നെ ക്യാമറ ക്ലാരിറ്റി ഒരു വിഷയമാണ്. മരുഭൂമിയിലെ കഷ്ടപ്പാട് ചെയ്തു. നല്ലതായിരുന്നു. 16 വർഷത്തെ ഒരു കാത്തിരിപ്പായിരുന്നു ബ്ലെസ്സി സാറിന് ഇതിനു വേണ്ടി. 16 വർഷം. കാരണം ബ്ലെസ്സി സാറിൻ്റെ സിനിമയൊക്കെ ഒരു രക്ഷയില്ലാത്ത സിനിമകളാണ്. സൂപ്പറാണ്. അവാർഡ് കിട്ടണം. പിന്നെ വേറൊരു കാര്യം, അങ്ങനെ കുറേ തന്മാത്രയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത്. കാരണം എല്ലാ പടവും വിഷയമാണ്. അതുമല്ല നമ്മൾ എഡിറ്റിംഗ് വല്ല ആയിരിക്കും എന്ന് വിചാരിച്ചത്, പിന്നെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഇൻ്റർവ്യൂ കൊണ്ട് അങ്ങനെയൊക്കെ വിശ്വസിച്ചപ്പോഴാണ് അറിയാൻ പറ്റിയത്. ഓസ്കാർ കൊടുത്തില്ലെങ്കിൽ ഇത് ഓസ്കാർ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഓസ്കാർ ഉണ്ടെങ്കിൽ തന്നെ ഓസ്കാർ കൊടുത്തില്ലെങ്കിൽ കാര്യമില്ല. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ലതാണ്. നല്ലായിരുന്നു. ഇല്ല, ഫസ്റ്റ് ടൈം. നല്ല സിനിമയാണ്. കിട്ടും.